പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്താളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിക്കുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കുവാനല്ലാതെ സംസാരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. വളരെ വിവാദമായ ഒരു 2 വേദവാക്യങ്ങളാണിത്. സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കാൻ അനുവാദമില്ലേ? കീഴടങ്ങിയിരിക്കുവാൻ മാത്രമാണോ സ്ത്രീകൾക്ക് അനുവാദമുള്ളത്? പക്ഷേ പൗലോസ് ഈ പറഞ്ഞത് അതേപടി എടുത്താൽ വലിയ പ്രതിസന്ധിയുണ്ടാകും. എന്താണ് കാരണമെന്നറിയാമോ? കാരണം പൗലോസിൻ്റെ കാലത്ത് സ്ത്രീകൾ സഭയിൽ വലിയ ചുമതലകൾ, പൗരോഹിത്യ സ്ഥാനത്തുള്ള ചുമതലകൾ വഹിച്ചിരുന്നു. ശെമ്മാശിനിമാരെ കൂട്ടത്തിലുണ്ടായിരുന്നു. പൗലോസിൻ്റെ കാലത്ത് മാത്രമല്ല, ഹൂദായ കാനോട് എഴുതുന്ന കാലങ്ങളോ അതിനെ തുടർന്നുള്ള കാലങ്ങളിലും സഭയിൽ ശെമ്മാശിനിമാർ ഉണ്ടായിരുന്നു. മദ്ബഹായിൽ പ്രവേശിക്കുകയും കാസ കലർത്തുകയും ധൂപം വീശുകയും ചെയ്യുന്ന, വിശുദ്ധ കുർബാന സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുകയും ചെയ്യുന്ന ശെമ്മാശിനിമാർ സഭയിൽ ഉണ്ടായിരുന്നു. നമുക്കറിവുണ്ട്. ഹൂദായ കാനോൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇനി ശെമ്മാശിനിമാർ മാത്രമല്ല, സഭയിൽ പ്രാമുഖ്യം വഹിച്ചിരുന്ന പല സ്ത്രീകളെ പറ്റിയും പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു പ്രിസ്കില്ലയുണ്ട്, ഫേബയുണ്ട്, യൂനിയയുണ്ട്. എത്രയോ സ്ത്രീകളുടെ പേര് പൗലോസ് പരാമർശിക്കുന്നുണ്ട്. ഒരു വിശ്വാസപ്രകാരം പൗലോസ്ലീഹ റോമാ ലേഖനം എഴുതിയിട്ട് അത് റോമാസഭയ്ക്ക് കൊടുത്തുവിട്ടത് ഫേബ എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിലാണ്. അപ്പോൾ അതാ ഇന്നത്തെ പോലെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ വളരെ ലളിതമായൊരു യാത്രയൊന്നുമല്ല. കടൽ കടന്നു പോകണം. പായ്ക്കപ്പലുള്ള കടൽ യാത്ര അത്ര സുരക്ഷിതമോ അത്ര സുഖകരമോ ഒന്നുമല്ല. ദൂരദേശത്തേക്ക് ഏകയായി പോയി അവിടെ പ്രവർത്തിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ചത് കൊടുത്ത് ഏൽപ്പിക്കണം. ഒരു സ്ത്രീയെയാണ് പൗലോസ് ഏൽപ്പിച്ചത്. പുരുഷന്മാർ ധാരാളമുള്ളൊരു കാലത്ത് സ്ത്രീയെയാണ് പൗലോസ് ഈ ചുമതല ഏൽപ്പിച്ചത്. വന്ദനം ചൊല്ലുമ്പോൾ എത്രയോ സ്ത്രീകളുടെ പേര് പൗലോസ് പറയുന്നുണ്ട് പലപ്പോഴും. ഇനി അത് മാത്രമൊന്നുമല്ലല്ലോ, വേറെയുണ്ടല്ലോ. കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ പൗലോസ് നൽകുന്നൊരു പരാമർശമുണ്ട്. ഇതാ ഇനി മുതൽ ഭർത്താവിൻ്റെ ശരീരത്തിൽ അവനല്ല അധികാരം, ഭാര്യയ്ക്കാണ്. ഭാര്യയുടെ ശരീരത്തിൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഭർത്താവ് ഭാര്യയുടെ അധികാരി ആയിരിക്കുന്നത് പോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെയും അധികാരിയാണെന്ന് പൗലോസ് പറയുന്നു. നമ്മുടെ ആരാധനാക്രമങ്ങളും അത് പറയുന്നുണ്ട്. വിവാഹ കൂദാശയിൽ പറയുന്നത് എന്താണ്? ഇതാ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. പാശ്ചാത്യ സഭകളുടെ വിവാഹ കൂദാശയും സുറിയാനി സഭയുടെ വിവാഹ കൂദാശയും തമ്മിൽ വലിയൊരു വ്യത്യാസമാണത്. മുസ്ലിം സമുദായത്തിൽ സ്ത്രീയെ പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുതന്നെ പോകട്ടെ, അവിടെ സ്ത്രീയുടെ ചുമതല, ഭാര്യയുടെ ചുമതല ഭർത്താവിൻ്റെ സന്തോഷമാണ്. പക്ഷേ പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിൽ സഭയുടെ പാരമ്പര്യങ്ങളിൽ സ്ത്രീയുടെ ചുമതല എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സന്തോഷം മാത്രമല്ല,
കർത്താവിൽ സഹപ്രവർത്തക എന്ന് പല സ്ത്രീകളെയും പൗലോസ് വിളിക്കുന്നുണ്ട്. ഷമ്മാശിനിയായിട്ട് അവൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പൗലോസിൻ്റെ ലേഖനവുമായിട്ട് റോമിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു സ്ഥലത്ത് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, മശിഹായിൽ, എഫേസ്യ ലേഖനത്തിലാണ്, മശിഹായിൽ സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല, അടിമയെന്നില്ല, യജമാനൻ എന്നില്ല, യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, കർത്താവിലെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഇതിലേതാണ് ശരി? സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നതാണോ ശരി? ഭാര്യയെ ഭർത്താവിനും ഭർത്താവിനെ ഭാര്യയ്ക്ക് വധീകരിയാക്കുന്ന തുല്യമായ സ്ഥാനം കൊടുക്കുന്നതാണോ ശരി? മശിഹായിൽ സ്ത്രീ പുരുഷ ഭേദമോ സാമൂഹ്യ ഭേദമോ ഇല്ലെന്ന് പറയുന്നതാണോ ശരി? അല്ല, സ്ത്രീകളെ അന്ന് സാധിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്നത് ശരിയല്ലേ? ഇതെല്ലാം പൗലോസിൻ്റെ ലേഖനത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇതെല്ലാം സഭയുടെ ആദ്യം മുതലുള്ള കാലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം വേദപുസ്തകത്തിൽ, അതും ഒരാളുടെ ലേഖനത്തിൽ തന്നെ നിലനിൽക്കുന്നത്? സത്യത്തിൽ ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് യവന നഗരങ്ങളിൽ നിലനിന്നിരുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. കൊരിന്ത് ഒരു തുറമുഖ നഗരമാണ്. തുറമുഖ നഗരം എന്ന് പറഞ്ഞാൽ ആ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പലതും പറയുന്നുണ്ട്. സ്ത്രീകൾ മുടി മുറിക്കാൻ പാടില്ല, തല മൂടി വയ്ക്കണം, പുരുഷന്മാർ മുടി വളർത്താൻ പാടില്ല, ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. എന്താണാവോ വേറെ എങ്ങും കാണാത്ത ഈ നിർദ്ദേശങ്ങളൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നത്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ റോമാ നഗരങ്ങളിലൊന്നായ കൊരിന്തിൻ്റെ ജീവിത സാഹചര്യം മനസ്സിലാക്കണം. കൊരിന്ത് ഞാൻ നേരത്തെ പറഞ്ഞ തുറമുഖ നഗരമാണ്, വിജ്ഞാനത്തിൻ്റെ നഗരമാണ്, സമ്പത്തിൻ്റെ നഗരമാണ്. അവിടുത്തെ പ്രതിസന്ധി വളരെ ചുരുക്കി പറഞ്ഞാൽ അവിടെ മതപുരോഹിതകളായ സ്ത്രീകളുണ്ട്. മദ്യപിച്ച് വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി തലമുടിയൊക്കെ അഴിച്ചിട്ട് മതപരമായ പ്രാർത്ഥനകളും ചടങ്ങുകളും നിർവഹിക്കുന്ന സ്ത്രീകൾ, പ്രവചിക്കുന്ന സ്ത്രീകളൊക്കെ ആ കാലത്ത് കൊരിന്തിലുണ്ടായിരുന്നു. ഗ്രീക്കിൽ ചില പ്രവചന കേന്ദ്രങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. അതൊക്കെ യഥാർത്ഥ പ്രവചനം ഉണ്ടായിരുന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചരിത്രത്തിൽ ചില പ്രശസ്തമായ പേരുകളുണ്ട്, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഈ മദ്യപിച്ച് മതോന്മത്തരായി അഴിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങളോടും അഴിഞ്ഞുലഞ്ഞ തലമുടികളോടും കൂടെ പെരുമാറുന്ന സ്ത്രീകൾ ഒരു സമൂഹത്തിലും ആദരവർഹിക്കുന്നില്ല. വേറൊന്നുണ്ടായിരുന്നു. 2, 3, 4 മാസമെത്തി കപ്പൽ യാത്രക്കാർ കൊരിന്തിലെ തുറമുഖത്ത് കരക്കെടുക്കും. അവരുടെ കൈ നിറച്ച് പണമുണ്ട്. അവരെയും കാത്ത കൊരിന്തിലെ തരുണീമണികൾ, സുന്ദരികളിരിക്കുന്നുണ്ട്. അവർക്ക് പണത്തോട് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് കൊരിന്തുകാരി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ വിളിക്കാവുന്ന ഏറ്റവും മോശം പേരുകളിലൊന്നായിരുന്നു. അത്രയ്ക്കും മ്ലേച്ഛമായ പേരായിരുന്നു. അവരുടെ ജീവിതം അധാർമികത നിറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ള ചില സ്ത്രീകളെ പറ്റി കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്. ചില കുടുംബങ്ങളെ പറ്റി പൗലോസ് തന്നെ പറയുന്നുണ്ട്. അപ്പം എന്താണ് കൊരിന്തിലെ സാഹചര്യം? അവിടുത്തെ ജീവിതം അധാർമികതയുടേതാണ്. പുരുഷൻ മുടി നീട്ടി വളർന്നാൽ അതിന് കൊരിന്തിൽ ഒരർത്ഥമേ ഉള്ളൂ, ആ മനുഷ്യൻ ഹോമോസെക്ഷലാണ്. സ്ത്രീകൾ മുടി മുറിച്ച് നടന്നാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അവർ ലെസ്ബിയൻസാണ്, സ്വവർഗാനുരാഗികൾ. ഈ പ്രതിസന്ധികൾ നിലനിൽക്കുന്നൊരു സമൂഹത്തിലാണ് പൗലോസ് പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്.
യേശുക്രിസ്തുവിനെ മാത്രം പറ്റി പറഞ്ഞാൽ പോരാ, ജീവിതത്തെ ക്രിസ്തീയമായി ക്രമീകരിക്കേണ്ടതും അവിടുത്തെ വലിയൊരു ആവശ്യമാണ്. ആ ആവശ്യം മുൻനിർത്തിയാണ് പൗലോസ് പറയുന്നത്, വളരെ മ്ലേച്ഛമായി സ്ത്രീകൾ ജീവിക്കുന്ന സാഹചര്യമുള്ളിടത്ത് സാഹചര്യത്തിൻ്റെ നിർബന്ധത്തിൽ പൗലോസ് ചില നിയന്ത്രണങ്ങൾ വെച്ചു പോവുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അവിടെ സ്ത്രീകൾക്കൊരു നിയന്ത്രണം അത്യാവശ്യമായിരുന്നു. എന്നാൽ റോമാലേഖനത്തിൽ അങ്ങനെ പറയുന്നില്ല, എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ പറയുന്നില്ല. പൗലോസിൻ്റെ വേദശാസ്ത്രം മുഴുവൻ അടങ്ങിയിരിക്കുന്നൊരു പുസ്തകമാണല്ലോ എഫേസ്യ ലേഖനം. അതിലെന്താ പൗലോസ് പറയുന്നത്? മശിഹായിൽ സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല, അടിമയെന്നില്ല, യജമാനൻ എന്നില്ല, യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, എല്ലാവരും മശിഹായിൽ ഒരുപോലെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ഷമ്മാശിനി സ്ഥാനവും കാശിസ്തോ സ്ഥാനവും നൽകിയ ഈ സഭയിലെ ആളുകൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മദ്ബഹായിൽ കാസ കലർത്തുകയും കുർബാന കൊടുക്കുകയും ചെയ്ത ഷമ്മാശിനിമാരുള്ള സഭയിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? രണ്ട് കാര്യം മനസ്സിലാക്കണം. പൗലോസിൻ്റെ കൊരിന്ത്യ ലേഖനത്തിലെ പ്രസ്താവന അതൊരു ദൈവശാസ്ത്രപരമായ പ്രസ്താവനയല്ല. സാഹചര്യം കൊണ്ട് അവരെ ക്രിസ്തീയ പാതയിലേക്ക്, ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാൻ പൗലോസ് നൽകിയ ഒരു ഉപദേശമാണ്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ കാണുന്നതോ അത് ദൈവശാസ്ത്രപരമായൊരു പ്രസ്താവനയാണ്. മറ്റ് സ്ത്രീകളെക്കുറിച്ചുള്ള ശ്രേഷ്ഠതയേറിയ പരാമർശങ്ങളോ അത് പൗലോസ് ജീവിതത്തിൽ പാലിച്ചു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ദൈവശാസ്ത്രപരമായിട്ട് പൗലോസ് ചിന്തിക്കുന്നില്ല സ്ത്രീ അധമയാണ് എന്ന്. തൻ്റെ ജീവിതത്തിലൂടെ പൗലോസ് കാണിച്ചു കൊടുത്തത് സ്ത്രീകൾ ശ്രേഷ്ഠമായ സ്ഥാനത്തിന്, സഭാ ശുശ്രൂഷകൾക്ക് അർഹരാണ് എന്നുള്ളതാണ്. എന്നാൽ കൊരിന്തിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചില ഗ്രീക്ക് നഗരങ്ങളിലെ മ്ലേച്ഛതയുള്ള സാഹചര്യങ്ങളിൽ പൗലോസ് പറയുന്നു, സ്ത്രീകൾ നിയന്ത്രണം പാലിക്കണം. സ്ത്രീകൾ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് നമുക്ക് മനസ്സിലാകുന്നു, സ്ത്രീകൾ അധമരല്ല, അടങ്ങി നിശബ്ദരായിരിക്കേണ്ടവരല്ല. ആദിമകാലത്തെ പ്രിസ്കില്ലയെ പോലെ, യൂനിയയെ പോലെ, ഫേബയെ പോലെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. മശിഹായിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും വ്യക്തിപരമായിട്ട് എനിക്ക് അയക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഒത്തിരി പേര് എനിക്ക് അയക്കാറുണ്ട്. ഇത് നിങ്ങൾ ചാനലിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ കാണും, ഇത് കൂടുതൽ പേരിലേക്ക് എത്തും, കൂടുതൽ ആളുകൾക്ക് അറിവ് ലഭിക്കും. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിനന്ദനങ്ങളും എല്ലാം ചാനലിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.